ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അല്പവും തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അല്പവും എൻ്റെ പിന്നിൽ ലോകമാണ്, എൻ്റെ മുൻപിൽ ക്രൂശതും തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അല്പവും എൻ്റെ പിന്നിൽ ലോകമാണ്, എൻ്റെ മുൻപിൽ ക്രൂശതും തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അല്പവും യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാനെൻ ആത്മാവിൽ തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അല്പവും എൻ്റെ കൂടെ ആരുമില്ല എങ്കിലും ഞാൻ പോയിടും തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അല്പവും എൻ്റെ കൂടെ ആരുമില്ല എങ്കിലും ഞാൻ പോയിടും തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അല്പവും യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാനെൻ ആത്മാവിൽ തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അല്പവും യേശുവിനെ മാത്രം നോക്കും, ബാക്കിയെല്ലാം മാറ്റിടും തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അല്പവും യേശുവിനെ മാത്രം നോക്കും, ബാക്കിയെല്ലാം മാറ്റിടും തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അല്പവും യേശുവിൻ്റെ പിന്നാലെ
പിന്നാലെ ഞാൻ പോകുവാനെൻ ആത്മാവിൽ തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അല്പവും യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാനെൻ ആത്മാവിൽ തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അല്പവും തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അല്പവും. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 13-ാം വാക്യം ആദ്യം വായിക്കാം. നീ എവിടെ പാർക്കുന്നുവെന്നും അത് സാത്താൻ്റെ സിംഹാസനമുള്ളയിടം എന്നും ഞാൻ അറിയുന്നു. 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം മുതൽ താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പാചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഈസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലും ആക്കിക്കളയും. അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും. ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. നിങ്ങളുടെ പ്രവർത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും. ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താൻ്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും തൊയ്യത്തേരിലെ ശേഷം പേരോട് വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല. തിരുവചനം വായിക്കുമ്പോൾ സാത്താൻ്റെ പള്ളിക്കാർ എന്നുള്ള പ്രയോഗം വെളിപ്പാട് പുസ്തകത്തിൽ നാം കാണും. സാത്താൻ്റെ സഭ, സാത്താൻ്റെ പള്ളി, സാത്താൻ്റെ അധിവാസമുള്ളയിടം, സാത്താൻ പാർക്കുന്നിടം, സാത്താൻ ഭരിക്കുന്നിടം, ഡെവിൾ, ഡെമൺ, പൈശാചികൻ, സാത്താൻ അവൻ വാഴുന്ന ഇടം. ഈ സാത്താൻ്റെ പിടിയിൽ അമർന്നാൽ, സാത്താൻ്റെ ബന്ധനത്തിൽ മോചനം പ്രാപിച്ചില്ലെങ്കിൽ ഈ ഭൂമിയിൽ സ്തുതി ലഭിക്കുകയില്ലെന്നും നിത്യതയിൽ മരണശേഷം സ്തുതി ലഭിക്കുകയില്ല എന്നും സ്തുതിയുടെ രാജ്യത്തിൽ സ്വർഗത്തിൽ എത്തിച്ചേരുകയില്ല എന്നും കഴിഞ്ഞ പ്രസംഗത്തിൽ സൂചിപ്പിച്ചുവല്ലോ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സാത്താൻ്റെ പള്ളിക്കാരെന്ന് പറയുന്ന, സാത്താൻ്റെ സഭയെന്ന് പറയുന്ന ഒരു വിഭാഗത്തെക്കുറിച്ച് അന്ത്യകാലത്ത് ഇങ്ങനെയുള്ള ഒരു സമൂഹം വരും എന്നതിനെക്കുറിച്ച് തിരുവചനം മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. സാത്താൻ്റെ സഭ, സാത്താൻ്റെ പള്ളി. ലിവിങ് ബൈബിളിൽ ആ പ്രയോഗം, ആ ഭാഗം നമുക്കിങ്ങനെ വായിക്കാം. യെറ്റ് ഐ ഹാവ് ദിസ് അഗൻസ്റ്റ് യു. നിനക്കെതിരായി ഇക്കാര്യം എനിക്ക് പറയാനുണ്ട്. യു ആർ പെർമിറ്റിംഗ് ദാറ്റ് വുമൺ ജീസബേൽ ഹു കോൾസ് ഹെർസെൽഫ് എ പ്രോഫറ്റസ്. ഒരു പ്രവാചകി എന്ന് സ്വയം പറയുന്ന ഈസബേൽ എന്നൊരു സ്ത്രീയെ നീ അനുവദിക്കുന്നു. ടു ടീച്ച് മൈ സെർവൻസ് ടു ദാറ്റ് സെക്സ് സിൻ ഈസ് നോട്ട് എ സീരിയസ് മാറ്റർ. ലൈംഗിക പാപം എന്ന് പറയുന്നത് അത്ര വലിയ ഗൗരവമുള്ള കാര്യമൊന്നുമല്ല എന്നാണ് ഈ ഈസബേൽ പഠിപ്പിക്കുന്നത്. ഷീ എർജസ് ദം ടു പ്രാക്ടീസ് ഇമ്മൊറാലിറ്റി. അവൾ, ഈ ഈസബേൽ എന്ന സ്ത്രീ, അവൾ ഇമ്മൊറാലിറ്റി, സാൻമാർഗികത്വം പ്രാക്ടീസ് ചെയ്യുവാൻ, അത് തുടരുവാൻ, അത് അനുശീലനം ചെയ്യുവാൻ, അത് നിലനിർത്തുവാൻ, പ്രാക്ടീസ് ചെയ്യുവാൻ അവൾ മനുഷ്യരെ പ്രോത്സാഹിപ്പിക്കുന്നു. മാത്രമല്ല, ഐ വിൽ ലേ ഹെർ
upon a sick bed of intense affliction. കഠിനമായ യാതനയിൽ അവൾ കിടക്കേണ്ടി വരും. Along with all her immoral followers. അസാൻമാർഗികത്വം, അവളുടെ അസാൻമാർഗികത്വം പിന്തുടരുന്ന എല്ലാവരോടൊപ്പം അവൾക്കും വലിയ യാതന അനുഭവിക്കേണ്ടി വരും. Unless they turn again to me, repenting of their sin with her. അവർ എങ്കിലേക്ക് തിരിഞ്ഞില്ലെങ്കിൽ, അവരുടെ പാപമോർത്ത് മനം തിരിഞ്ഞില്ലെങ്കിൽ, അനുദപിച്ചില്ലെങ്കിൽ വലിയ ശിക്ഷകൾ അവർക്ക് വരും. As for the rest of you in Thyatira, who have not followed this false teaching, ഇതൊരു false teaching ആണ്, ഇതൊരു വ്യാജമായ പഠിപ്പിക്കലാണ്, ഫോഷ്കായ പഠിപ്പിക്കലാണ്. അതിനെ അനുഗമിക്കാതിരിക്കുന്ന കുറച്ച് പേര് അവിടെ തുയഥൈര സഭയിലുണ്ട്. They don't follow this false teaching, deeper truths as they call them, depths of Satan really. സാത്താൻ്റെ ആഴങ്ങളാണ് വാസ്തവത്തിൽ. ഡീപ്പർ ട്രൂത്ത്സ് ആണ് ഈ പഠിപ്പിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. ആഴമേറിയ സത്യങ്ങളാണ് ഈ പഠിപ്പിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. ഇത് ആത്മാവിൻ്റെ ഗൗരവമേറിയ ആഴങ്ങളാണിത് എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഇത് വലിയ ആത്മീയ അനുഭൂതികളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവരിത് പഠിപ്പിക്കുന്നത്. ഡീപ്പർ ട്രൂത്ത്സ് ആസ് ദേ കോൾ ദം, ഡെപ്ത്സ് ഓഫ് സൈറ്റൻ റിയലി. പ്രിയപ്പെട്ടവരെ, സാത്താൻ്റെ ആഴങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് സാത്താൻ്റെ പള്ളിക്കാർ, സാത്താൻ്റെ സഭക്കാർ ഒരു ആർട്ടിക്കിൾ വായിച്ചു. അത് നിങ്ങളിന്ന് വായിച്ച് കേൾപ്പിച്ചാലോ എന്ന് എനിക്കൊരു തോന്നല്, മറ്റൊന്നും കൊണ്ടല്ല. കേൾക്കൂ. എത്രയും പെട്ടെന്ന് യുവതി യുവാക്കളെയും വിദ്യാർത്ഥികളെയും വലയിൽപ്പെടുത്തുക, അതിന് ഉതകുന്ന തരത്തിലുള്ള കെണികളും തന്ത്രങ്ങളും കാര്യക്ഷമമായി ആസൂത്രണം ചെയ്യുക, ഇതാണ് സാത്താൻ പ്രേമികളുടെ പ്രവർത്തന തന്ത്രം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ തിന്മയുടെ വിഷവിത്തുകൾ വിതറിക്കൊണ്ട് വളർന്ന് ശക്തി പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണിത്. വിവിധ രാഷ്ട്രങ്ങളിൽ അന്നും ഇന്നും സാത്താൻ സഭക്കാരുടെ വിഹാരരംഗമുണ്ട്. ഇന്ത്യയുടെ വൻ നഗരങ്ങളിലും, എന്തിന് ഈ കൊച്ചു കേരളത്തിൽ പോലും ഇവരുടെ കറുത്ത കരങ്ങൾ എത്തിക്കഴിഞ്ഞു. സാത്താൻ സഭക്കാർ, സൈറ്റനിക് വർഷിപ്പ്, സാത്താന്യ ആരാധന. അതുകൊണ്ട് തന്നെ നന്മ ആഗ്രഹിക്കുകയും നന്മയെ സ്നേഹിക്കുകയും ചെയ്യുന്ന എല്ലാവരും ഇത്തരക്കാർ ആരെന്നറിയുകയും അവരെ പ്രതിരോധിക്കാൻ സജ്ജരാകുകയും ചെയ്യേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമായി തീർന്നിരിക്കുന്നു. 1966 അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലാണ് സാത്താൻ സഭ ആദ്യമായി പ്രവർത്തനം ആരംഭിച്ചത്. ആൻ്റൺ എസ് ലാവേ എന്ന അമേരിക്കക്കാരനാണ് ഇതിൻ്റെ സ്ഥാപക നേതാവെന്ന് പറയപ്പെടുന്നു. മതങ്ങളോടും നന്മയോടും പ്രത്യേകിച്ച് യേശുക്രിസ്തുവിനോടും ബൈബിളിനോടുമുള്ള അടങ്ങാത്ത പകയും വിദ്വേഷവുമാണ് സാത്താൻ സഭയുടെ മുഖമുദ്ര. കോപം, അസൂയ, അമിതഭാഷണം, അത്യാഗ്രഹം, കാമഭ്രാന്ത്, അഹങ്കാരം, നിഷ്ക്രിയത ഇവയൊക്കെ ജീവിതത്തിൽ പുലർത്തണമെന്ന് ഇവർ പഠിപ്പിക്കുന്നു. തലതിരിഞ്ഞ കുരിശും 5 കരള നക്ഷത്രവും അതിനെ ചുറ്റുന്ന വലയവും സാത്താൻ സഭയുടെ ഔദ്യോഗിക ചിഹ്നങ്ങളാണ്. തലതിരിഞ്ഞ കുരിശ് നന്മയുടെ പരാജയമായിട്ടാണ് അവർ കരുതുന്നത്. ചുരുക്കി പറഞ്ഞാൽ ദൈവാലയങ്ങളിൽ പ്രാർത്ഥനകളാൽ വിശുദ്ധീകരിക്കപ്പെട്ടതിനെയൊക്കെ നിന്ദിക്കുന്നതിലാണ് ഇവരുടെ ആനന്ദം. വാക്കിൽ തന്നെ തുടങ്ങുന്നതാണ് സാത്താനിലെ തിന്മ. എതിരാളി, അപവാദി എന്നിങ്ങനെ അർത്ഥം വരുന്നതാണ് സാത്താൻ എന്ന നാമം. പ്രധാന മതങ്ങളിലെല്ലാം സാത്താനോട് സാമ്യമുള്ള കഥാപാത്രങ്ങളുണ്ട്. ഈ കഥാപാത്രങ്ങളെല്ലാം തന്നെ ദൈവത്തിനും നന്മയ്ക്കുമെതിരെ പോരാടുന്നവരാണ്. ബൈബിളിൽ ലൂസിഫറാണ് സാത്താൻ്റെ സകല തിന്മകളുടെയും ഉറവിടം. സാത്താൻ പ്രേമികളെ പറ്റി ഇതിനകം ഏറെ പഠനങ്ങൾ നടന്നു കഴിഞ്ഞു. ആധുനിക സമൂഹത്തെയും ഞെട്ടിക്കുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്കും സാമൂഹിക വിരുദ്ധ നടപടികൾക്കുമാണ് ഇവർ അടിമപ്പെട്ടിരിക്കുന്നത് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ഇത്തരം സംഘങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ തടയാനും അന്വേഷിക്കാനും മാത്രം പ്രത്യേകം പോലീസ് സംഘങ്ങളെ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിയമിച്ചിട്ടുണ്ട്. കടൽ കടന്നിന്ന് നമ്മുടെ നാട്ടിലെത്തിയിരിക്കുന്ന ഒരു സാത്താന്യ പ്രതിഭാസമാണ് ടാറ്റു സംസ്കാരം. ഒരു കാലത്ത് തീപ്പെട്ടിപ്പടം ശേഖരിക്കുന്നതും സ്റ്റാമ്പ് കളക്ഷൻ നടത്തുന്നതുമായിരുന്നു നമ്മുടെ കുട്ടികളുടെ ഹോബിയെങ്കിൽ ഇന്ന് ടാറ്റുവാണ് അവരെ ഏറെ ആകർഷിക്കുന്നത്. ഇതിലെന്താണ് ഇത്ര പ്രത്യേകത എന്നാണ് ചോദ്യമെങ്കിൽ ശ്രദ്ധിക്കുക. സാത്താനിക പ്രതീകങ്ങളുടെ ടാറ്റുകൾ സാധാരണ കുട്ടികളിൽ സൃഷ്ടിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ നിരവധിയാണ്. കുറ്റബോധവും ഭയവും മറ്റ് മാനസിക അസ്വസ്ഥതകളും അവരെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കും. വളരെ ചെറുപ്പത്തിലെ പിടികൂടി തങ്ങളുടെ വലയിലാക്കുക എന്ന തന്ത്രമാണ് ഈ ടാറ്റു പ്രയോഗത്തിലൂടെ ഇതിൻ്റെ പിന്നിലുള്ളവർ ലക്ഷ്യം വയ്ക്കുന്നത്. അതീവ നശീകരണ ശക്തിയുള്ളതാണ് ഇതിലെ ചിത്രങ്ങളും അടയാളങ്ങളും. ഒറ്റ നോട്ടത്തിൽ തന്നെ ഇവ മനസ്സിൽ കടന്നു കയറും.
പ്രത്യേകിച്ച് ഇളം മനസ്സുകളിൽ വിചിത്ര ജീവികളുടെയും ചെകുത്താന്മാരുടെയും ചിത്രങ്ങൾ സ്വന്തം ശരീരത്തിൽ പതിക്കുക വഴി ഒരു വ്യക്തിക്ക് സ്വന്തം ശരീരത്തോടുള്ള ആദരവ് നഷ്ടപ്പെടുകയാണെന്ന് മനഃശാസ്ത്ര പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഇത്തരം ചിന്താധാരകൾക്ക് അടിമപ്പെട്ട കുട്ടികളും മുതിർന്നവരും ഒറ്റപ്പെട്ട വ്യക്തിത്വങ്ങളായി തീരാൻ സാധ്യതകൾ ഏറെയാണ്. അവർ മറ്റുള്ളവരിൽ നകന്ന് വീടുകളിൽ മുറികളിൽ ഒതുങ്ങിക്കൂടിയിരിക്കും. മദ്യപാനമില്ല, കഞ്ചാവില്ല, പുറമേയുള്ള പ്രകടമായ അങ്ങനെയുള്ള ദുശ്ശീലങ്ങളില്ല. മുറികളിൽ നിന്ന് പുറത്തിറങ്ങാതെ അവിടെ ഒതുങ്ങിക്കൂടിയിരിക്കും. അതാണ് ഒറ്റപ്പെട്ട വ്യക്തിത്വങ്ങൾ. നമ്മുടെ കുട്ടികളുടെയും യുവതി യുവാക്കളുടെ ഇടയിൽ വളർന്നു വന്നിരിക്കുന്ന ടാറ്റു സംസ്കാരത്തെ വേണ്ട വിധം നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമായി തീർന്നിരിക്കുകയാണ്. നമ്മുടെ കൗമാരക്കാരിൽ വലിയൊരു വിഭാഗത്തിനെ വലയിലാക്കി കഴിഞ്ഞിരിക്കുന്ന റോക്ക് മ്യൂസിക് എന്ന ചടുല സംഗീത പരിപാടി അടിമുടി സാത്താൻ സ്തുതികളാണെന്ന് നാം ഒക്കെ ഞെട്ടലോടെയാണെങ്കിലും ഓർക്കുന്നത് നല്ലതായിരിക്കും. ഇത്തരം റോക്ക് മ്യൂസിക്കിൻ്റെ ആകർഷണ വലയത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ പെട്ടിരിക്കുന്ന നമ്മുടെ യുവത്വം വലിയൊരു വിപത്തിനെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരം പരിപാടികൾ പതിവായി കേൾക്കുകയും കാണുകയും ചെയ്യുന്നവർ വൈകാതെ അതിൻ്റെ അടിമകളായിത്തീരുന്നു. ഇത്തരം ഭ്രാന്തൻ സംഗീതങ്ങൾ സൃഷ്ടിക്കുന്ന വൈകാരിക സംഘർഷങ്ങളുടെ വേലിയേറ്റം നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാനാവതല്ല. ആത്മഹത്യയെയും കൊലപാതകങ്ങളെയും ഒക്കെ പ്രകീർത്തിക്കുന്ന വരികൾ റോക്ക് മ്യൂസിക്കിൽ ധാരാളമുണ്ട്. അറിയാതെയാണെങ്കിലും നമ്മുടെ ഇളം തലമുറ ഇത് ഏറ്റുപാടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മൊബൈൽ ഫോണുകളിൽ റിംഗ് ടോണുകളായും റോക്ക് മ്യൂസിക് സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. പരിഷ്കാരത്തിൻ്റെ പേരിൽ നമ്മുടെ മക്കൾ ഇത്തരം വൈകൃതങ്ങളുടെ പിന്നാലെ പായുമ്പോൾ ഇവയിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളും ചതിക്കുഴികളും അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മുടെ സമൂഹത്തിന് വലിയ ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ മക്കൾ അല്ലെങ്കിൽ സഹോദരങ്ങൾ അതും അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ഇത്തരം അപകടകരമായ വിശ്വാസ പ്രമാണങ്ങളുടെ സ്വാധീന വലയത്തിൽ അകപ്പെട്ടിട്ടുണ്ടോ എന്ന് ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെയെങ്കിലും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്കും സാത്താൻ പ്രേമികൾ തങ്ങളുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മയക്കുമരുന്ന് മാഫിയ സംഘങ്ങളുടെ പ്രോത്സാഹനവും സംരക്ഷണവും ഇത്തരക്കാർക്ക് നിർലോഭം ലഭിക്കുന്നു. കാരണം സാത്താൻ പ്രേമികൾ മയക്കുമരുന്ന് ഉപയോഗത്തിൻ്റെയും വിതരണത്തിൻ്റെയും പ്രധാന കണ്ണികളാണ്. നമ്മുടെ യുവതലമുറയും കുട്ടികളും നമുക്കെന്നും കൈമുതലായി ഉണ്ടായിരുന്ന മൂല്യാധിഷ്ഠിത ജീവിതക്രമങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നില്ല എന്ന് മാതാപിതാക്കളും അധ്യാപകരും മറ്റ് സാമൂഹിക സന്നദ്ധ സംഘടനകളും ഉറപ്പുവരുത്തേണ്ടതാണ്. അവരുടെ ജീവിതത്തിൽ താളപ്പിഴകൾ ഉണ്ടാൽ സമയാസമയങ്ങളിൽ തിരുത്തി കൊടുക്കേണ്ടിയിരിക്കുന്നു. നന്മയെ അന്ധമായി എതിർക്കുന്ന ഏത് പ്രത്യയശാസ്ത്രങ്ങളെയും നിരാകരിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ മക്കൾക്ക് വീടുകളിൽ സ്നേഹവും പരിചരണവും പരിഗണനയും ലഭിക്കുന്നുണ്ടെന്ന് മാതാപിതാക്കളും മറ്റ് മുതിർന്നവരും ഉറപ്പുവരുത്തണം. ഇത് ലഭിക്കാതെ വരുന്ന കുട്ടികളാണ് മറ്റ് പല വഴികളിലൂടെ അത് തേടിപ്പോകുന്നത്. മതവും സമൂഹവും പങ്കുവെച്ച് നൽകുന്ന നന്മകളിലും മൂല്യങ്ങളിലും മക്കളെ വളർത്താൻ മാതാപിതാക്കൾ ഉത്സാഹിക്കണം. ആത്മീയ കാര്യങ്ങൾ കാര്യമാക്കാതെ ഭൗതിക കാര്യങ്ങൾക്കായി മാത്രം മക്കളെ പരിവപ്പെടുത്തിയെടുക്കുന്ന സ്വഭാവം അപകടകരമാണ്. കാരണം കുട്ടികൾക്ക് വേണ്ടത് ഭക്ഷണവും വസ്ത്രവും പണവും മാത്രമല്ല, കരുതലോടെയുള്ള സ്നേഹവും ബോധ്യങ്ങളുമാണ്. ഇതിനെല്ലാം ഉപരിയായി നമുക്ക് പരസ്പരം നമ്മുടെ സഹോദരന് കാവൽക്കാരനായിരിക്കുകയും ചെയ്യാം. വളരെ മനോഹരമായ ഈ ലേഖനം ഞാൻ വായിച്ച് അതിൻ്റെ അന്തഃസത്ത നിങ്ങളെ ഗ്രഹിപ്പിക്കാൻ ആഗ്രഹിച്ചു എന്നേ ഉള്ളൂ. സഹോദരങ്ങളെ, സാത്താന്യ ആരാധന അനേകം നഗരങ്ങളിൽ നിന്ന് പടർന്നു കഴിഞ്ഞിരിക്കുന്നു. പല സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. മനുഷ്യൻ്റെ കയ്യോ അല്ലെങ്കിൽ ശരീരത്തിലെ ഏതെങ്കിലും ഭാഗങ്ങളോ മുറിച്ച് ചോരയുണ്ടാക്കി കുടിപ്പിക്കുക, അല്ല സാത്താന്യ ആരാധനയുള്ള ആരെയെങ്കിലും കൊന്നു തന്നെ ആരും അറിയില്ല. അത് ചാകുന്നവരും സ്വയം അതിന് ഹോമിക്കപ്പെടുവാൻ വിട്ടുകൊടുക്കത്തക്കവണ്ണമുള്ള മാനസികാവസ്ഥയിലേക്കായി പോവുകയാണ്. കൊന്നു തന്നെ അവിടെ രക്തമെടുത്ത് അത് മറ്റ് സാത്താന്യ ആരാധകരെ കുടിപ്പിക്കുക, അവരുടെ ശരീരത്തിൽ സാത്താന്യ ആരാധകരുടെ പ്രത്യേക മുദ്രകൾ അണിയിക്കുക. ഇതെല്ലാം സാത്താന്യ ആരാധനയുടെ ചില തന്ത്രങ്ങളാണ്. ചിലർ മനുഷ്യമാംസം തിന്നുന്നത് അത് ഒരു വലിയ രുചികരമായ ഭക്ഷണമായി കണക്കാക്കുന്ന ആളുകളുണ്ട്. ഏതോ ഒരു ഭരണാധിപതി, ഏകഛത്രാധിപതി, സ്വേച്ഛാധിപതിയായ ഒരു ഭരണകർത്താവ് അദ്ദേഹം മനുഷ്യരുടെ മാംസമാണ് തിന്നാറുള്ളത് എന്ന് ഒരിക്കൽ പത്രത്തിൽ വായിച്ചത് ഞാൻ ഓർക്കുന്നു. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഇന്ന് കഴിഞ്ഞ ഒരു പ്രാവശ്യം ന്യൂസ് പേപ്പറിൽ വായിച്ചു, ഒരു രാജ്യത്ത് അവിടെ എല്ലാവർക്കും പ്രിയങ്കരമായ ഭക്ഷണം, ഏറ്റവും രുചികരമായ ആഹാരം ഗർഭസ്ഥ ശിശുവിൻ്റെ ശരീരം പാകപ്പെടുത്തി തിന്നുന്നതാണെന്ന്. കേട്ടാൽ നമുക്ക് ഛർദി വരും, കേട്ടാൽ ഓർത്തോർത്ത് നാം പക്ഷേ ഓക്കാനിച്ചു എന്ന് വരും.
എന്താണ് ഈ പറയുന്നത്? ഗർഭിണികളെ വയറ് പിളർന്നെടുത്ത് ആ ഗർഭസ്ഥ ശിശു, പ്രസവിച്ച് പുറത്തു വരാത്ത ശിശു, ഗർഭത്തിലിരിക്കുന്ന ശിശു, അതിനെ കൊന്നു തിന്നുന്നതാണ്, അത് പാകം ചെയ്ത് തിന്നുന്നതാണ് ഏറ്റവും രുചികരമായ അവിടുത്തെ ഒരു ഭക്ഷണമെന്ന്. എന്താണ് ഈ കേൾക്കുന്നത്? ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണിത്. ഇതിൻ്റെ എല്ലാം പിന്നിൽ സാത്താന്യമായ ഒരു ആരാധനയുടെ ഭീകരമായ ദൃശ്യങ്ങളാണ് നാം കാണുന്നത്. ഭയങ്കരമായ ദൃശ്യങ്ങൾ, മനുഷ്യരെ ആരാധിക്കുന്നതായ ആരാധനാ സമ്പ്രദായങ്ങൾ. ഒരു മനുഷ്യ വ്യക്തിയെ ക്രിസ്തുവാണ് എന്ന് പറഞ്ഞ് ആരാധിക്കുന്ന ഒരു സമ്പ്രദായം ഈ കേരളത്തിലും വളരെ വ്യാപിച്ചിട്ടുണ്ടെന്നും വേരോടിപ്പോയിട്ടുണ്ടെന്നും നിങ്ങൾ ചിലരെങ്കിലും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു തന്ന എന്താണ്? സാത്താൻ അവൻ്റെ പിടി മുറുക്കിക്കൊണ്ടിരിക്കുന്നു. സാത്താൻ്റെ പിടി മുറുക്കിക്കൊണ്ട് മനുഷ്യരെ ദൈവമെന്ന് കാണിച്ചുകൊണ്ട് അന്ത്യകാലത്തെ അന്ത്യക്രിസ്തുവിൻ്റെ വളരെ വ്യക്തമായ സ്വാധീനത്തോടെ ഇന്ന് അനേകരിന്ന് പൈശാചിക ശക്തിയുടെ പ്രണേതാക്കളും പ്രഖ്യാതാക്കളുമായി മാറിക്കൊണ്ടിരിക്കുന്നു. ദൈവമക്കളെ, നാം ഇതെല്ലാം കണ്ട് സത്യത്തിൻ്റെ വചനത്തിലേക്കും ക്രിസ്തുവിൻ്റെ പാതയിലേക്കും നാം അതിവേഗം കുതിച്ചെത്തേണ്ടതാണ്. ക്രിസ്തു തരുന്നതായ ശാശ്വത ശാന്തിയിലേക്കും ക്രിസ്തു തരുന്ന സമാധാനത്തിലേക്കും നാം വരേണ്ടതാണ്. നമ്മുടെ തലമുറ നശിക്കാൻ നാം വിട്ടുകൊടുക്കരുത്. നമ്മുടെ യുവജനങ്ങൾ തകരാൻ നാം വിട്ടുകൊടുക്കരുത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഞാൻ സന്തോഷത്തോടെ പറയട്ടെ, നിങ്ങളുടെ ചീത്ത കൂട്ടുകെട്ടുകൾ വിട്ട് വാടക കൊലയാളികളും കൂലി തല്ലുകാരും കൊള്ളരാത്ത ജീവിതം നയിച്ചവരും കഞ്ചാവ് ഉപയോഗിച്ച് കഞ്ചാവിന് അടിമപ്പെട്ടവരും മദ്യത്തിൻ്റെ ഭയങ്കരമായ നീരാളിപ്പിടുത്തത്തിൽ അമർന്നു പോയവരും എത്രയോ പേരാണ് രക്ഷപ്പെട്ട് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി ദൈവത്തെ വാഴ്ത്തുന്നു. ദൈവമക്കളെ, വിവാഹപൂർവ്വ ബന്ധങ്ങൾ, വിവാഹ ഇതര ബന്ധങ്ങൾ, ഇതൊന്നും പാപമല്ല. ഭാര്യയെ കൈമാറ്റം ചെയ്യുക, അത് ഇന്നത്തെ പരിഷ്കൃത സമൂഹത്തിൻ്റെ ഒരു നല്ല ചിത്രമാണ് എന്നെല്ലാം ധരിക്കുകയും ധരിപ്പിക്കുകയും ചെയ്യുന്നൊരു സമൂഹം കേരളക്കരയിൽ ഉടലെടുത്ത് വരുന്നു എന്ന് പറഞ്ഞാൽ കാര്യം ഗൗരവതരമല്ലേ? ഓർക്കുക, സനാതന മൂല്യങ്ങൾക്ക് വിലയില്ലാതെ സാൻമാർഗീയ മൂല്യങ്ങളെ തെല്ലും അവഗണിച്ചുകൊണ്ട് പൈശാചികൻ്റെ വലയിൽപ്പെട്ട് ഉഴലുന്ന ആളുകൾ, ഭയത്തിൻ്റെ വ്യാപാരത്തിൽപ്പെട്ട് തകരുന്ന ആളുകൾ. ഭയം എന്തിനെന്നറിഞ്ഞുകൂടാ, ഏതോ ഒരു ഭയം. അയ്യോ, എനിക്ക് ക്യാൻസർ ആണെന്ന് തോന്നുന്നു, ഭയം വ്യാപിക്കുന്നു. അയ്യോ, എനിക്കെന്തോ മാരകമായ രോഗമുണ്ടെന്ന് തോന്നുന്നു, ഭയം വരുന്നു. അയ്യോ, എന്താണെന്ന് അറിഞ്ഞുകൂടാ, എനിക്കൊരു ഒരു ധൈര്യം കിട്ടുന്നില്ല, ഭയം. ഇതെല്ലാം സാത്താന്യമായ ബന്ധനത്തിൻ്റെ ചില ഭീകരമായ ചിത്രങ്ങളാണ്. എന്നാൽ ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ സഹോദരങ്ങളെ, തിരുവചനം എന്തു പറയുന്നു? സാത്താൻ്റെ പ്രവൃത്തികളൊക്കെ അഴിപ്പാൻ തന്നെ ദൈവം പ്രത്യക്ഷനായി. അതാണ് ഗോകുൽത്തായിൽ ക്രൂശിൽ മരിച്ച ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, നാം ഭാഗ്യശാലികളല്ലേ? ഈ സാത്താൻ്റെ ഭീകരമായ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഭാഗ്യമല്ലേ നമുക്ക് ലഭിക്കുന്നത്? നിങ്ങളെല്ലാവരും ഈ രക്ഷപ്പെട്ടു, നിങ്ങളെല്ലാവരും വചനം കേട്ടിട്ട് വചനം സ്വീകരിച്ചോ? നിങ്ങൾ ക്രിസ്തുവിനെ കൈക്കൊണ്ടോ? ക്രിസ്തുവിനെ കൈക്കൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ മകനും മകളുമായി തീർന്നു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. സാത്താൻ്റെ ബന്ധനങ്ങൾ അഴിഞ്ഞുവോ? പാപത്തിൻ്റെ കെട്ടുകൾ പൊട്ടിയോ? പിശാചിൻ്റെ ദുർഗങ്ങൾ പൊളിഞ്ഞുവോ? സാത്താൻ്റെ കോട്ടകൾ ഇടിഞ്ഞുവോ? പ്രിയപ്പെട്ടവരെ, സാത്താൻ്റെ മതിലുകൾ തകർന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പിശാച് കെട്ടിയ മതിലുകൾ ഇടിഞ്ഞുപോയോ? പാപത്തിൻ്റെ ഭീകരമായ പിടുത്തത്തിൽ നിങ്ങൾക്ക് മോചനം പ്രാപിക്കുവാൻ കഴിഞ്ഞോ? ഓർക്കുക, നിങ്ങളെ വിടുവിക്കുവാൻ ക്രിസ്തുവുണ്ട്. നിങ്ങൾക്ക് മോചനം തരാൻ ക്രിസ്തുവുണ്ട്. നിങ്ങളുടെ നാവിൽ സ്തുതി തരാൻ ക്രിസ്തുവുണ്ട്. നാവിൻ്റെ ബന്ധനം അഴിച്ചു തരാൻ ക്രിസ്തുവുണ്ട്. ആത്മാവിൻ്റെ ബന്ധനം അഴിക്കാൻ ക്രിസ്തുവുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം തരാൻ ക്രിസ്തുവുണ്ട്. ക്രിസ്തു ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജീവിതം തകർന്നവരായി ആരെല്ലാം യുവാക്കളെ കേൾക്കുന്നുണ്ട്? മനസ്സ് തകർന്ന് വിഷമിച്ചിരിക്കുന്നവരായി ആരെല്ലാം യുവാക്കളെ കേൾക്കുന്നുണ്ട്? കടത്തിൽ മുങ്ങി വലയുന്നവരാരെല്ലാം യുവാക്കളെ കേൾക്കുന്നുണ്ട്? പാപത്തിൻ്റെ ഭീകരമായ പിടിയിൽപ്പെട്ട് ഉഴലുന്നവരായി ആരെല്ലാം യുവാക്കളെ കേൾക്കുന്നുണ്ട്? കുടുംബത്തിൽ സമാധാനമില്ലാതെ, ഐക്യമില്ലാതെ, സ്നേഹമില്ലാതെ, പരസ്പരം എല്ലാ വിധത്തിലും കുറ്റപ്പെടുത്തിക്കൊണ്ടും മറ്റുള്ളവരെ കുറിച്ച് ദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരായി ആരെല്ലാം ഈ രംഗത്തിരിക്കുന്നുണ്ട്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പറയട്ടെ, ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കും. ക്രിസ്തു നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരും.
പൈശാചികന്റെ പിടിയിൽ നിന്ന്, അവൻ്റെ ബന്ധനത്തിൽ നിന്ന് ക്രിസ്തു നിങ്ങൾക്ക് മോചനം തരും. നിങ്ങളുടെ പാപങ്ങളൊക്കെയും ക്രിസ്തു കഴുകിത്തരും. വന്നുപോയ സകല പാപങ്ങളും കഴുകി നിങ്ങൾക്ക് പുതിയൊരു ജീവിതം ക്രിസ്തു തരും. നിങ്ങളെ ക്രിസ്തു തൻ്റെ കരങ്ങളിലേക്ക് എടുക്കും. നിങ്ങൾക്ക് നല്ല ശോഭനമായ ഭാവി തരും. മരണശേഷമുള്ള നിത്യസമാധാനത്തിന് സ്വർഗതീരത്തേക്ക് ദൈവം നിങ്ങളെ എത്തിക്കും. സ്വർഗീയ മഹാസന്തോഷത്തിലേക്ക് നിങ്ങൾ നയിക്കും. സ്വർഗത്തിലെ സ്തുതിയുടെ ലോകത്തേക്ക് നിങ്ങൾ എത്തിക്കും. അനുഗ്രഹം നിങ്ങളുടെ മേൽ പകരും. ഇപ്പോൾ തന്നെ അത് കരഗതമാക്കണ്ടയോ? ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടയോ? ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് നിങ്ങളെ കൊടുക്കുവീൻ. ക്രിസ്തുവിനോട് വാക്ക് പറയുവീൻ, നാഥ ഇന്നു മുതൽ യേശുവേ ഞാൻ നിന്റെ വക. യേശുവിനോട് വാക്ക് പറയുവീൻ, യേശുവേ ഇന്നു മുതൽ ഞാൻ നിന്റെ വക. യേശുവിന്റെ കരങ്ങളിലേക്ക് നിങ്ങളെ കൊടുക്കുവീൻ, യേശുവേ ഇന്നു മുതൽ ഞാൻ നിന്റെ വക. യേശുവിനായി നിങ്ങളുടെ ജീവിതം വേർതിരിപ്പീൻ, യേശുവേ ഇന്നു മുതൽ ഞാൻ നിന്റെ വക. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, ഈ വചനം കേട്ട എല്ലാവരെയും എൻ്റെ പുനനാഥൻ തുടരണമേ. എല്ലാവരെയും സ്പർശിക്കണമേ. എല്ലാവരുടെയും മേൽ തൃക്കരം വയ്ക്കണമേ. അനുഗ്രഹിക്കണമേ. പാപക്ഷമ നൽകണമേ. പാപമോചനം നൽകണമേ. സാത്താന്റെ കെട്ടുകൾ പൊട്ടിക്കണമേ. ഭവനത്തിൽ നിന്ന് സകല ശാപങ്ങളെയും സകല ദോഷങ്ങളെയും അകറ്റണമേ. ജീവിതത്തിൽ സകല ബന്ധനങ്ങളെ അഴിക്കണമേ. എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിന്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ തന്നെ